Good morning, students. Today we have to take the topic aggregate plan for services. Last class we have studied aggregate planning and demand. അപ്പോൾ aggregate planning എന്താണ്, aggregate demand എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. Then next one, that is aggregate plans for services. സർവീസസിന് നമ്മൾ എന്തൊക്കെ പ്ലാൻസ് ചെയ്തു വെക്കണം, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് പ്ലാൻ സർവീസസിനുള്ള അഗ്രിഗേറ്റ് പ്ലാൻസ് എന്തൊക്കെയായിരിക്കണം എന്നാണ് ഈ ടോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, മോർ സർവീസസ് കനോട്ട് ബി ഇൻവെൻട്രീഡ്. ഇൻവെൻട്രി മീൻസ് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞാൽ അഗ്രിഗേറ്റ് പ്ലാൻ ഫോർ സർവീസിൽ ഫസ്റ്റ് പോയിന്റ് ദാറ്റ് ഈസ് മോർ സർവീസസ് കനോട്ട് ബി ഇൻവെൻട്രീഡ്. ദാറ്റ് ഈസ് എല്ലാ സർവീസസ് നമുക്ക് ഇൻവെൻട്രി, അതായത് പ്രോഡക്ട്സ് സ്റ്റോക്ക് ചെയ്ത് വെക്കണ പോലെ നമുക്ക് സർവീസസ് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. മോർ സർവീസ്, ഒട്ടുമിക്ക സർവീസ് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സ്റ്റോർ ആൻ എയർലൈൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു, അത് നമുക്ക് കുറേ നാളത്തേക്ക് സ്റ്റോക്ക് ചെയ്തേക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളിപ്പോൾ എന്നാണ് പോകേണ്ടത് അല്ലെങ്കിൽ എന്നാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത് ആ ഒരു ദിവസത്തേക്ക് മാത്രമേ നമുക്ക് ആ സർവീസ് അവൈലബിൾ ഉണ്ടാവുള്ളൂ. നമുക്കത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുപോലെ ഹോട്ടൽ റൂം, നമുക്കൊരു സ്ഥലത്ത് ഒരു ബുക്കിംഗ് ഹോട്ടൽ റൂം ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. സർവീസസ് മേ നോട്ട് ബി ഇൻ്റർവ്യൂഡ്, അല്ലെങ്കിൽ എല്ലാ സർവീസസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഡോക്ടർ കാണാൻ, ഹെയർ അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ ഫോർ കൺസൾട്ടിങ് എ ഡോക്ടർ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ബുക്ക് ചെയ്ത് ഡോക്ടർ കാണണ്ടേ അന്ന് തന്നെ നമ്മൾ പോയി ആ സർവീസ് എടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് സർവീസസ് കനോട്ട് ബി ഇൻവെൻറ്റഡ്. ഇനി നമ്മളെപ്പോഴും പറയാം സർവീസസ് നമുക്കറിയാം ഷോർട്ട് ലൈഫ് ആയിരിക്കും. അതുപോലെ ഗുഡ്സ് ആൻഡ് കമ്പനി കർവ്സ് ആൻഡ് ഇൻവെൻറ്റഡ് ടിപ്പിക്കലി ഷോർട്ട് സർവീസ്. എല്ലാ സർവീസസും മെയിൻലി ഷോർട്ട് സർവീസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ എയർ ടിക്കറ്റ് ആണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ഡേ പോകണം, ഹോട്ടൽ റൂം ആണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും. അതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ കേസിൽ ന്യൂസ് പേപ്പർ ഓൺലി ഫോർ വൺ ഡേ മീൻസ് നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഇന്ന് വായിച്ചാലല്ലേ കാര്യമുള്ളൂ. അതല്ല ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ 2 ദിവസം വായിച്ചാൽ അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇല്ല. അതുപോലെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ 1 വീക്ക് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡേയ്സ് മാത്രമേ നമുക്കത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് മോർ സർവീസസ് കനോട്ട് ബി എന്തായിരുന്നു ഇൻവെൻട്രി, സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. സർവീസസ് ഒന്നും നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. സെക്കൻഡ് വൺ, ഡിമാൻഡ് ഫോർ സർവീസസ് ഈസ് ഡിഫിക്കൾട്ട് ടു പ്രെഡിക്റ്റ്. നമുക്കറിയാം പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ഫ്യൂച്ചറിൽ പ്രഡിക്ഷൻ നടക്കണേ എപ്പോഴും എന്തിനെ ബേസ് ചെയ്താൽ ഫ്യൂച്ചറിനെ ബേസ് ചെയ്താൽ നമ്മൾ പ്രഡിക്ഷൻ നടത്തണേ. ഫ്യൂച്ചറിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ കേസ് ഓഫ് സർവീസസ് ദ ഡിമാൻഡ് ഫോർ സർവീസ് കനോട്ട് ബി പ്രെഡിക്റ്റ്. നമുക്ക് ഡിഫിക്കൽട്ടാണ്, മീൻസ് ഫ്യൂച്ചറിൽ സർവീസസിന് നമുക്ക് ഡിമാൻഡ് ഉണ്ടാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ദെൻ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ കസ്റ്റമർ സർവീസ് ലെവൽസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ മാനേജ്മെൻറ്റ് എക്സ്പ്രസ് ദറ്റ് ഫസ്റ്റ് ഡിമാൻഡ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമുക്ക് ക്വിക്ക് ഡിമാൻഡ് അല്ലെങ്കിൽ സർവീസസിൻ്റെ ഡിമാൻഡ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിലുള്ള സർവീസിൻ്റെ ഡിമാൻഡ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ഓഫ് പ്രോഡക്റ്റിനാണെങ്കിൽ നമുക്ക് പറയാം ഡിമാൻഡ് ഇത്ര ഉണ്ടാവും ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ 6 months കഴിയുമ്പോൾ ഇത്ര ഉണ്ടാവുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ കേസ് ഓഫ് സർവീസസ് ഡിമാൻഡ് ഈസ് ഡിഫിക്കൾട്ട് ടു പ്രഡിക്റ്റ്. ഓക്കെ, ദെൻ തേർഡ് വൺ, കപ്പാസിറ്റി ഈസ് ഓൾസോ ഡിഫിക്കൾട്ട് ടു പ്രഡിക്റ്റ്. നമുക്ക് പറഞ്ഞു സർവീസസിൻ്റെ ഡിമാൻഡ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ തന്നെ കപ്പാസിറ്റിയും, അതായത് നമുക്ക് എത്ര എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ATM മെഷീനിൽ ATMൽ നമുക്ക് ഒരാഴ്ച നമ്മളൊരു ഫണ്ട് ഒരു എത്ര 5 lakhs നമ്മൾ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ATMൽ. അപ്പോൾ ബാങ്കുകാർക്ക് പറയാൻ പറ്റും, പർട്ടിക്കുലർ ബാങ്കിന് പറയാൻ പറ്റും ഈ ഒരു 5 ലക്ഷം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് പറ്റുമെന്ന് പറയാൻ പറ്റുമോ? അത് നമ്മൾ എന്താ പറയുക, ആൾക്കാർ യൂസ് ചെയ്യണത് അല്ലെങ്കിൽ ആ ATM സർവീസസ് യൂസ് ചെയ്യണ അനുസരിച്ചിട്ട് അതിൽ എമൗണ്ട് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി നമുക്ക് എന്താ പറയുക പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഹോസ്പിറ്റലിലെ ബെഡ് മീൻസ് ഹോസ്പിറ്റൽ ബെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്മിഷൻ ഇപ്പോൾ കൊറോണ കേസാണ്. കൊറോണ കേസിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസും ഫുള്ളാണ്, മീൻസ് കൊറോണ പേഷ്യൻസ് വെച്ച് നിറഞ്ഞിരിക്കണേ. പക്ഷേ അതും നമുക്ക് എന്താ പറയുക സീസൺ വെച്ചിട്ടാണെങ്കിൽ ഇപ്പം നല്ല തണുപ്പുള്ള സമയത്ത് മഴക്കാലമൊക്കെ ആണെങ്കിൽ പനി വന്നിട്ട് എല്ലാവർക്കും ഇതായിരിക്കും. പക്ഷെ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഹോസ്പിറ്റലിലെ ബെഡ് നാളെ ഇത്രയും ബാക്കിയുണ്ടാവും അല്ലെങ്കിൽ കപ്പാസിറ്റി, അതാണ് നമ്മൾ കപ്പാസിറ്റി, നമുക്ക് സർവീസസിൻ്റെ കപ്പാസിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ATM ഹോസ്പിറ്റൽ ബെഡും, അതായത് ATMൽ നമുക്ക്
എമൗണ്ട് എത്ര ഇട്ടാലും നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര ദിവസം തീരും. ചിലപ്പോൾ ആൾക്കാർ കൂടുതൽ എടുക്കുമ്പോൾ പെട്ടെന്ന് തീരും. 5 ദിവസത്തേക്കുള്ള എമൗണ്ട് പെട്ടെന്ന് എല്ലാവരും എടുത്തു കഴിയുമ്പോൾ 2 ദിവസത്തോടെ തീരും. ചിലപ്പോൾ ആ ഒരു എമൗണ്ട് അധികം ആൾക്കാർ എടുത്തില്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിഷൻ കേസും പെട്ടെന്ന് ഈ സീസൺ അല്ലെങ്കിൽ പനിയൊക്കെ വന്ന് കൂടുതലാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ നമുക്ക് ബെഡൊന്നും കിട്ടാണ്ട് വരും അഡ്മിഷൻ്റെ സമയത്ത്. ഇപ്പോൾ ഈ കൊറോണ കേസ് നമുക്കറിയാം. അല്ലാത്ത സമയത്താണെങ്കിലും നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ടാവും. അതുപോലെ നഴ്സിംഗ് ആ സമയത്തൊക്കെ ഇതെല്ലാം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കപ്പാസിറ്റിയും ഡിമാൻഡും സർവീസസിന് ഡിഫിക്കൽട്ട് ടു പ്രഡിക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, സർവീസ് കപ്പാസിറ്റി മസ്റ്റ് ബി പ്രൊവൈഡ് അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ് ആൻഡ് ടൈം. ഇപ്പോൾ ചില കേസ് ഔട്ട്ലെറ്റ്സിലൊക്കെയാണ് കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും. പല 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 ജോഗ്രഫിക് റീജിയണിൽ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും, കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും. നമുക്ക് മീൻസ് സർവീസസ് അല്ലെങ്കിൽ സ്റ്റാഫും ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ കിട്ടിയാലും നമുക്ക് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അഗ്രിഗേറ്റ് പ്ലാനിങ് നടത്തണമെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വരില്ല. ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഇപ്പോൾ എന്താ പറയുക, അപ്രോപ്രിയേറ്റ് പ്ലേസിൽ ആൻഡ് ടൈമിൽ ആ ആവശ്യമുള്ള സ്ഥലത്തും ആവശ്യമുള്ള സമയത്തും എപ്പോഴാണ് ഡിമാൻഡിൽ ആ സമയത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്താലേ കാര്യമുള്ളൂ. അതല്ല ഇപ്പോൾ നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അന്വേഷിച്ച് പോയിട്ട് അവിടെ ഇല്ല, അടുത്ത ബ്രാഞ്ചിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്, ഒരു കസ്റ്റമേഴ്സിന് ഡിഫിക്കൽട്ടായിരിക്കും. സോ സർവീസ് കപ്പാസിറ്റി മസ്റ്റ് ബി പ്രൊവൈഡഡ്. എപ്പോഴും എവിടെയാണ് ഡിമാൻഡ് ഉള്ളത് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ഏത് ഔട്ട്ലെറ്റിലാണ് ഡിമാൻഡിൽ അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ലേബർ ഈസ് യൂഷ്വലി ദ മോസ്റ്റ് കൺസ്ട്രെയിനിങ് റിസോഴ്സ് ഓഫ് സർവീസസ്. നമ്മൾ പറഞ്ഞു സർവീസസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആർക്കാ? ലേബർ, വർക്കേഴ്സ്, എംപ്ലോയീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് വേരിയേഷൻസ് ഇൻ ഡിമാൻഡ് ക്യാൻ ബി ഹാൻഡിൽഡ് ബൈ ഹയറിംഗ്. ഇപ്പോൾ നമുക്ക് ഡിമാൻഡ് കൂടും, എംപ്ലോയീസ് ഡിമാൻഡ് കൂടും, നമുക്ക് ഓർഗനൈസേഷൻ അത്ര എംപ്ലോയീസ് ഉണ്ടായില്ലെങ്കിൽ ഹയർ ചെയ്യാം. ടെമ്പററി വർക്കേഴ്സിന് നമ്മൾ ഹയർ ചെയ്യും. ദെൻ പാർട്ട് ടൈം വർക്കേഴ്സിന് എടുക്കും, അല്ലെങ്കിൽ യൂസിങ് ഓവർ ടൈം ഒക്കെ നടത്തി എങ്ങനെ നമ്മൾ വർക്കേഴ്സ് അല്ലെങ്കിൽ ആ എംപ്ലോയീസിനെ ലാഗ് ചെയ്യരുത്, മീൻസ് എംപ്ലോയീസിന് കുറവുണ്ടാവരുത്. എങ്ങനെയെങ്കിലും ഹയർ ചെയ്തോ ടെമ്പററി വർക്കേഴ്സിന് എടുത്തോ ഓവർ ടൈം കൊടുത്തോ അല്ലെങ്കിൽ പാർട്ട് ടൈം വർക്കേഴ്സിന് എടുത്തോ നമ്മൾ സർവീസസ് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ സർവീസസിന് ലേബർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്. സോ ഇത്രയൊക്കെയാണ് അഗ്രിഗേറ്റ് പ്ലാൻസ് ഫോർ സർവീസസിൽ വരുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? മോസ്റ്റ് സർവീസസ് കനോട്ട് ബി ഇൻവെൻട്രി. നമുക്ക് സർവീസസ് ഒന്നും നമുക്ക് സ്റ്റോക്ക് ചെയ്താക്കാൻ പറ്റില്ല, ആ പർട്ടിക്കുലർ സമയത്ത് തന്നെ നമ്മളത് യൂസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ, ഡിമാൻഡ്. സർവീസിന് ഡിമാൻഡ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഫ്യൂച്ചറിൽ ഇത്ര നമുക്ക് ആവശ്യമുണ്ടാവും, ഈ സർവീസസ് ഉണ്ടാവും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കപ്പാസിറ്റി നമുക്ക് ഡിഫിക്കൽട്ടാണ് പ്രഡിക്റ്റ് ചെയ്യാൻ. ഒരു സർവീസസിന് ഇത്ര കപ്പാസിറ്റി എത്ര ഉണ്ടാവും, എത്ര നമുക്ക് വരും എന്നുള്ള ഒരു കപ്പാസിറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടാണ്. ദെൻ സർവീസസ് നമുക്ക് അപ്രോപ്രിയേറ്റ് ടൈമിലും പ്ലേസിലും പ്രൊവൈഡ് ചെയ്താലേ അതിന് മീനിങ് ഫുൾ ഉള്ളൂ. നമുക്ക് പല ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിലും നമുക്ക് എവിടെയാണ് ആവശ്യം അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്താലേ ആ സർവീസസിന് മീനിങ് ഫുൾ ആവുള്ളൂ. ദെൻ ലേബർ ഇസ് ദി ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രെയിൻസ്. സർവീസസിൽ ലേബർ ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. എങ്ങനെയായാലും നമുക്ക് ലേബർ അല്ലെങ്കിൽ എംപ്ലോയീസിന് ഉണ്ടായാലേ പറ്റുള്ളൂ. ദെൻ ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് പ്ലാൻസ് ഫോർ സർവീസസ്. ദെൻ ഇതിനോട് മാച്ച് ചെയ്ത് വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് മാത്തമാറ്റിക്കൽ മോഡൽ ഫോർ അഗ്രിഗേറ്റ് പ്ലാനിങ്. അഗ്രിഗേറ്റ് പ്ലാനിങ്ങിലെ മാത്തമാറ്റിക് മോഡൽ, ഏതൊക്കെ മാത്തമാറ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് വൺ, ഗ്രാഫിക് മെത്തേഡ്. ഓക്കെ, ഗ്രാഫിക് മെത്തേഡ് എന്താ? നമ്മളറിയാം ഗ്രാഫിക് മെത്തേഡിൽ ഗ്രാഫ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ കൺസ്റ്റൻസിനും ഗ്രാഫായിട്ട് നമ്മൾ വരച്ചിട്ടാണ് നമ്മളത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് ക്യുമുലേറ്റീവ് ഡിമാൻഡ് വാല്യൂസ് ആൻഡ് ക്യുമുലേറ്റീവ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി പ്രോഡക്റ്റ് സെയിം ഗ്രാഫ്. ക്യുമുലേറ്റീവ് ഡിമാൻഡും ക്യുമുലേറ്റീവ് പ്രൊഡക്ഷനും സെയിം ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യും. ഇത് യൂസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ ഡിമാൻഡ് നമ്മളെ ഗ്യാപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സെയിം ഗ്രാഫിൽ ക്യുമുലേറ്റീവ് ഡിമാൻഡും പ്രൊഡക്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യും അല്ലെങ്കിൽ മാർക്ക് ചെയ്യും. ഈ ഗ്രാഫിക് മെത്തേഡിനെ ബേസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മൾ എത്ര ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രാഫിക് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് വിച്ച് വി യൂസ് ഇൻ അഗ്രിഗേറ്റ് പ്ലാനിങ്, ദാറ്റ് ഈസ് മാത്തമാറ്റിക് മോഡലിലെ ഫസ്റ്റ് മെത്തേഡാണ് ഗ്രാഫിക് മെത്തേഡ്. ദാറ്റ് ഈസ് ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഡിമാൻഡും പ്രൊഡക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്. ഇൻ ദിസ് മോഡൽ റെപ്രസെൻറ്റിംഗ് ദ പ്രോബ്ലം ഇൻ ദ ഫോം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡിൽ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം റെപ്രസെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഗ്രേഡ് പ്ലാനിങ് നമ്മൾ ചെയ്യേണ്ടത്. ആ പർട്ടിക്കുലർ പ്രോബ്ലം കണ്ടുപിടിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ യൂസ് ചെയ്തിട്ടാണ്.
we can easily solve it using computer software. അതായത് ORS, Lindo, etc. അതുപോലെയുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ദെൻ തേർഡ് വൺ, ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ. ലീനിയർ പ്രോഗ്രാമിംഗ് മോഡലിൽ മിക്സ്ഡ് സ്ട്രാറ്റജി യൂസ് ചെയ്യണേ. ദാറ്റ് ഈസ് മിക്സ്ഡ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രോബ്ലം മിനിമൈസ്ഡ്, അതായത് ടോട്ടൽ കോസ്റ്റ് നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിക്സ്ഡ് സ്ട്രാറ്റജി. ദെൻ ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ് എന്താ പറയണേ, ആഡിക്വറ്റ്ലി ഡിസ്ക്രൈബ് ദ വേരിയബിൾ ഓഫ് ഫ്രം ദ ഫേം ഓഫ് സ്റ്റഡി. അത് ഓർഗനൈസേഷൻ്റെ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ വേരിയബിൾ ഫോം. ഒരു ഓർഗനൈസേഷൻ വേരിയബിൾ ഫോം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ലീനിയർ പ്രോഗ്രാമിംഗ് അത് മിക്സ്ഡ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദ ലാസ്റ്റ് വൺ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ പ്യുവർ സ്ട്രാറ്റജിയും മിക്സ്ഡ് സ്ട്രാറ്റജിയും യൂസ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഇവാലുവേഷൻ നടത്തുന്നത്. അതുപോലെ മിനിമം ടോട്ടൽ കോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഹ്യൂറിസ്റ്റിക്കിൽ പ്യുവർ സ്ട്രാറ്റജിയും മിക്സ്ഡ് സ്ട്രാറ്റജിയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മിനിമം ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റേഷനിൽ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽ പറഞ്ഞത്? ഫസ്റ്റ് വൺ, ഗ്രാഫിക് മെത്തേഡ്, ഗ്രാഫ്സ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ഡിമാൻഡ് ആ ഗ്യാപ്പ് നമ്മൾ കണ്ടുപിടിക്കും. ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്, ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ യൂസ് ചെയ്ത് വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ORS, Lindo ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പർട്ടിക്കുലർ പ്രോബ്ലം റിപ്രസെൻറ്റ് ചെയ്യണത്. ദെൻ തേർഡ് വൺ, ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ, മിക്സ്ഡ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് പ്രോബ്ലം മാക്സിമം മിനിമൈസ് ചെയ്യാൻ പറ്റും നമുക്ക് മിക്സ്ഡ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട്. ദെൻ ലാസ്റ്റ് വൺ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, പ്യുവർ സ്ട്രാറ്റജി മിക്സ്ഡ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മാത്തമാറ്റിക്കൽ മോഡൽ ഫോർ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ പറയണേ. ഓക്കെ, താങ്ക് യു.